Good morning, Miss. Good morning. Good morning, all. ഏത് ചാപ്റ്ററാണ് മിസ്? Disaster management. അതിനകത്ത് ഉണ്ടായില്ല പ്രവിത. ഇല്ല മിസ്. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായി? ഹോളിഡേ എങ്ങനെയുണ്ടായി എല്ലാവർക്കും? ക്രിസ്മസ് അടിച്ചു പൊളിച്ചു മിസ്. ഓ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു മിസ്. അതെ. തുടങ്ങാം നമുക്ക്. മറന്നുപോയാ ഇത്രയും Yes, ദിവസത്തെ മിസ്. തുടങ്ങാം മിസ്. ട്രീറ്റ്മെന്റ് ഏരിയ വരെയല്ലേ മിസ് എടുത്തിരുന്നത്? അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ലേ? സെമിനാറും അൺഇൻജേർഡ് അല്ലേ? അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. ഡെഫിനിറ്റ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഡെഫിനിറ്റ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്താണ്? കൃത്യമായ പരിചരണം അല്ലെ? ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസിന് കൃത്യമായ പരിചരണം എങ്ങനെ കൊടുക്കണം? ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും വേഗം കൊടുക്കണം അല്ലെ? അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ട കൃത്യമായ പരിചരണം എത്രയും വേഗം നൽകുക. ഡാറ്റ റിസീവ്ഡ്, റെക്കോർഡഡ് ആൻഡ് ഡയറക്റ്റഡ് ടു ദി ബിസിനസ് ഓഫീസ്, അഡ്മിറ്റിംഗ് ഓഫീസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഫോർ കോർഡിനേഷൻ ആൻഡ് റിലീസ്. എന്ത് ചെയ്യുക? ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റ റിസീവ് ചെയ്യണം അല്ലെ? വേണ്ടേ? വിവരങ്ങൾ ശേഖരിക്കണ്ടേ? എന്താണ്? ഡാറ്റ സ്വീകരിക്കുക അല്ലെ? പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്വീകരിക്കുക, അത് റെക്കോർഡ് ചെയ്യുക. അത് മാത്രം മതിയോ? എല്ലാ ഏരിയാസിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെ? പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് ബിസിനസിംഗ് ഓഫീസർ, അഡ്മിറ്റിംഗ് ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, അവരുടെ വർക്കുകൾ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക, റിലീസ് ചെയ്യിക്കുക. നെക്സ്റ്റ്, പേഷ്യൻസ് ഹു ആർ ഡിസ്ചാർജ് ആർ ഡയറക്റ്റഡ് ടു അഡ്മിറ്റിംഗ് ഓർ ഡിസ്ചാർജ് ഓഫീസർ. പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് നയിക്കുക, അഡ്മിറ്റിംഗ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിലേക്കോ അവരെ കൊണ്ടുപോകുക, അവരെ പറഞ്ഞയക്കുക. Disaster chief or medical director or director of nursing or CEO may authorize on an all clear announcement. എന്ത് ചെയ്യുക? ഡിസാസ്റ്റർ ചീഫോ അതല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറോ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ എന്ത് ചെയ്യുക? ഓൾ ക്ലിയർ, അതായത് എല്ലാം ക്ലിയർ ആയി അല്ലെ? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ക്ലിയർ ആയി, എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്തു എന്നുള്ള ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നൽകുക. The telephone operator will then make an all clear announcement over the public address system ആണ്. system അല്ല, system. System she or he ആണ് ട്ടോ. slash he ആണ്. she or he will announce code green. എന്ത് ചെയ്യുക? എല്ലാ പ്രവർത്തനങ്ങളും ക്ലിയർ ആയി, എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു എന്നുള്ള ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുക്കും. പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലേക്ക് നൽകുക. കൂടാതെ അവരെന്ത് ചെയ്യുക? ടെലിഫോൺ ഓപ്പറേറ്റർ കോഡ് ഗ്രീൻ അലേർട്ട് ചെയ്യുക. കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞാല് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ഒരുപാട് സ്റ്റാഫുകൾ വരും അല്ലെ? ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും ആണോ? ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ അവരൊക്കെ വിവരം അറിയിക്കണം, ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു അല്ലെ? സിസ്റ്റം അല്ല, സിസ്റ്റം. പബ്ലിക് അഡ്രസ് സിസ്റ്റം. പബ്ലിക്കിനെ വിവരം അറിയിക്കാം.
കോഡ് ഗ്രീൻ എന്താന്ന് വെച്ചാൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് സ്റ്റാഫുകൾ വരും അല്ലേ, വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന സ്റ്റാഫ്, പിന്നെ പബ്ലിക് ഉണ്ടാവും, മീഡിയാസ് ഉണ്ടാവും അല്ലെ, പബ്ലിക് ഉണ്ടാവും, മീഡിയാസ് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമ്മൾ അറിയിക്കേണ്ടേ, ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു, എന്താണ് എല്ലാ പ്രവർത്തനങ്ങളും ഒതുങ്ങി, അവരെ വിവരം അറിയിക്കണം. ഹോസ്പിറ്റലിലെ ഇവാക്യുവേഷനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വിവരം അറിയിക്കണ്ടേ? അതിനെയാണ് കോഡ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇല്ല, അതല്ലെങ്കിൽ എന്ത് ചെയ്യാ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ എല്ലാ ഏരിയാസിലേക്കും ചെന്നിട്ട് ഒരാൾ വിവരം അറിയിക്കണം അല്ലെ, ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നറിയിക്കണ്ടേ? ഇതാവുമ്പോ എന്ത് ചെയ്യാ, ഇവർക്ക് ലൗഡ് സ്പീക്കർ വഴിയോ അതല്ലെങ്കിൽ മൈക്ക് വഴിയോ ഒക്കെ എന്ത് പറയാ, കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അലേർട്ട് കിട്ടുന്നത് അല്ലെ, എല്ലാവരും അത് ഇൻഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കോഡ് ഗ്രീൻ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു, ഇനി എന്താണ് ഇവാക്യുവേഷൻ, ഒഴിപ്പിക്കൽ പ്രക്രിയയാണ് നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ടെലിഫോൺ ഓപ്പറേറ്റർ കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യുന്നു. ക്ലിയർ ആയത്? എല്ലാവർക്കും ഓക്കെയാണോ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ഡിസാസ്റ്റർ ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് കൃത്യമായ പരിചരണം അവർക്ക് എത്രയും വേഗം നൽകുക, പിന്നെ എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്വീകരിക്കുകയും അതെന്താണ് ബിസിനസ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അത് എത്തിച്ചു കൊടുക്കുക. ബിസിനസ് ഓഫീസ്, അഡ്മിറ്റിംഗ് ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസിലേക്കെല്ലാം ലഭ്യമാക്കി കൊടുക്കുക. നെക്സ്റ്റ്, പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അഡ്മിറ്റ് എന്താണ് ബില്ല് സംബന്ധമായ വിവരങ്ങൾക്ക് അല്ലെ, ഡിസ്ചാർജ് സമ്മറിയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഡിസ്ചാർജ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ അഡ്മിറ്റിംഗ് ഓഫീസിലേക്ക് പറഞ്ഞു വിടുക. നെക്സ്റ്റ് എന്താണ്, ചീഫ്, ഡയറക്ടർ ചീഫ് അതല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൗൺസ് ചെയ്യുക. എന്തെന്ന്, ഓൾ ക്ലിയർ, എന്താണ് ഡിസാസ്റ്റർ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു, ഓൾ ക്ലിയർ അനൗൺസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ടെലിഫോൺ ഓപ്പറേറ്റർ കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യുക. പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലേക്ക് കോഡ് ഗ്രീൻ എല്ലാവർക്കും ഇൻഫർമേഷൻ, എന്താണ് ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു, ഇവാക്യുവേഷൻ ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി പബ്ലിക്കിനെയും മീഡിയ, പേഷ്യൻസ്, മറ്റുള്ള സ്റ്റാഫുകളെയൊക്കെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്യുന്നു. ഓക്കെ ആയോ ഇത്? ഓക്കെ ആയോ ഇത്? ഓക്കെ. നെക്സ്റ്റ്, ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ. എന്തായിരിക്കും ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ പീരീഡിൽ നടക്കുന്നത്? ഡിമൊബിലൈസേഷൻ ഫേസ്. എന്തായിരിക്കും ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ? ഡിസാസ്റ്റർ നിർജീവമാക്കി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? എന്തൊക്കെയായിരിക്കും പറഞ്ഞേ? ക്ലീനിങ് ഉണ്ടാവും, പിന്നെ സ്റ്റാഫുകൾ എല്ലാവരും അവിടെ നിന്ന് ഒഴിപ്പിക്കണം അല്ലെ? വേണോ? ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ, ഡിസാസ്റ്റർ പ്രവർത്തനങ്ങളെ നിർജീവമാക്കല്. ഡിക്ലയറിംഗ് ദ ഡിസാസ്റ്റർ ടു ബി ഓവർ. എന്താണ് ഡിസാസ്റ്റർ അവസാനിച്ചതായിട്ട് അല്ലെ, ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ, ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. ദ ഡിസിഷൻ ടു financial support. Okay. The decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander or other hospital administration. Incident commander, hospital administrator ഒക്കെ കൂടി ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളൊക്കെ അല്ലെ, എന്താണ് എമർജൻസി ഹോസ്പിറ്റൽ എമർജൻസി പ്ലാനുകളെ കുറിച്ച് അല്ലെങ്കിൽ ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട്
കൃത്യമായി എക്സാക്റ്റ് ആയിട്ട് വിലയിരുത്തിയതിനു ശേഷം അവരെന്ത് പ്രഖ്യാപിക്കാണ്? ഡിസാസ്റ്റർ നിർജീവമാക്കുക അല്ലെ. എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. പേഷ്യൻസിന് ആവശ്യമായ എല്ലാ പേഷ്യൻസിനും, ഒരു പേഷ്യൻസിനെ വിടാൻ പാടില്ല, എല്ലാ പേഷ്യൻസിന് ആവശ്യമായ പരിചരണം ലഭിച്ചു അല്ലെ. അവർക്ക് ആവശ്യമായ റിസോഴ്സുകൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അവരെന്താണ്? ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഒരുവിധം അവസാനിച്ചു കഴിയുമ്പോഴല്ലേ അവർ തീരുമാനം എടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസിന് ഇനി അവിടെ ട്രീറ്റ്മെന്റ് ലഭിക്കാനുണ്ട്, ഇനിയും ഡിസാസ്റ്റർ നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഇനി ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരാനുണ്ട്. ആ സമയത്ത് അവര് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്നുള്ള ഡിസിഷൻ എടുക്കോ? ഇല്ല. എന്താണ്? ഡിസാസ്റ്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം എന്താണ്? ഇൻസിഡന്റ് കമാൻഡർ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? തീരുമാനമെടുക്കാണ് ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ദ ഡീആക്ടിവേഷൻ ഷുഡ് ബി നോട്ട് ടു ഏർലി. ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഒരുപാട് നേരത്തെ ആവാൻ പാടില്ല. ഓർ ടു ലേറ്റ്, ഒരുപാട് താമസിച്ചാവാനും പാടില്ല അല്ലെ. നേരത്തെ ആയാൽ എന്ത് പറ്റും? നമ്മുടെ ഡിസാസ്റ്റർ അവസാനിച്ചതായി നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരുപാട് പേഷ്യൻസിന് വീണ്ടും ട്രീറ്റ്മെന്റ് ലഭിക്കാതെ വരും അല്ലേ. ആണോ? ഒന്ന് തിങ്ക് ചെയ്തിട്ട് പറ. ഇപ്പൊ ഡിസാസ്റ്റർ ദുരന്തം അവസാനിച്ചതായി നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലാ സ്റ്റാഫുകളും ജോലി മതിയാക്കി പോകൂല്ലേ? പോവോ? നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് വിളിച്ചിരിക്കുന്ന സ്റ്റാഫുകള്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? ജോലിയൊക്കെ നിർത്തി വെച്ച് അവർ പോവും. അപ്പൊ എന്താണ്? പ്രോബ്ലംസ് ഉണ്ടാവും. ഒരുപാട് പേർക്ക് വീണ്ടും ട്രീറ്റ്മെന്റ് ലഭിക്കാതെയൊക്കെ ആയി വരും അല്ലെ. അപ്പൊ എന്താണ്? ഒരുപാട് താമസിച്ചായാൽ എന്ത് പറ്റും? എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും അല്ലെ. റിസോഴ്സുകള്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരില്ലേ? വരും. അപ്പൊ അതുകൊണ്ട് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഒരുപാട് നേരത്തെയോ അതല്ലെങ്കിൽ ഒരുപാട് താമസിച്ചോ ആവാൻ പാടില്ല. കറക്റ്റ് സമയത്ത് തന്നെ ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുക. It is very difficult to reactivate the emergency plan once it has been declared over because staff tiredness start which is difficult to overcome. നമുക്ക് ഡിസാസ്റ്റർ റീആക്ടിവേറ്റ് ചെയ്തു, എമർജൻസി പ്ലാൻ റീആക്ടിവേറ്റ് ചെയ്തു. രണ്ടാമത് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. സ്റ്റാഫുകൾ എന്ത് ചെയ്യും? നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റാഫുകൾ എന്ത് ചെയ്യും? ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് സ്റ്റാഫുകളുടെ വർക്ക് എങ്ങനെയായിരിക്കും? പൊതുവെ വർക്ക് എങ്ങനെയായിരിക്കും? കൂടും. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയായിരിക്കും? ടയേർഡ് ആയിരിക്കോ? എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ വർക്കിൽ ഓവർലോഡ് ആയിട്ടായിരിക്കും. സ്പീഡ് കൂടും, അവരുടെ വർക്കുകൾ കൂടും അല്ലെ. ഓവർലോഡ് അല്ലെ വർക്കുകൾ വരാം. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരുപാട് ടയേർഡ് ആവും. അപ്പൊ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ ആ ടയേർഡ്നെസ് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കേണ്ടി വരും അല്ലെ. ഓരോരുത്തരും വീണ്ടും നീഡ് മോർ ഹെൽപ്പ്. അതൊക്കെ എന്താണ്? വീണ്ടും അവരൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് കുറച്ചുകൂടി ടൈം എടുക്കേണ്ടി വരുമോ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് പറയാണ് നാളെ ഒരു എക്സാം ആണ് എന്ന് പറയാണ്. നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യും? പഠിക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യോ? കറക്റ്റ് ആ സമയമാകുമ്പോ എക്സാമിന്റെ ടൈമിൽ ഒരു 10 മിനിറ്റ് ഓക്കെ 10 മിനിറ്റ് മുമ്പ് വീണ്ടും പറയാണ് എന്താണ്? എക്സാം മാറ്റി വെച്ചു എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ അവിടെ ഇടും അല്ലേ. ഇനി പിന്നെയല്ലേ എന്ന് പറഞ്ഞത് അവിടെ ഇടും. ആണോ? സന്തോഷാവും. ബുക്കൊക്കെ മടക്കി വെച്ച് നിങ്ങളുടെ ജോലിക്കോ. വീണ്ടും വിളിച്ച് പറയാണ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, വീണ്ടും വിളിച്ച് പറയാണ് എക്സാം ഉണ്ട്, എക്സാം കറക്റ്റ് ടൈമിൽ നടക്കും. നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ?
ഇല്ല അല്ലെ? അതേപോലെ എന്താണ് ആളുകൾ സ്റ്റാഫുകള് സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ആളുകൾ എന്താണ് സ്റ്റാഫുകള് എന്താണ് അവരുടെ ജോലി കറക്റ്റ് രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പറയാണ് ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തു, ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അപ്പൊ അവരുടെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് അവരെന്ത് ചെയ്യും? റെസ്റ്റ് ചെയ്യാൻ പോകും അല്ലേ? പോകോ? പൊതുവെ വർക്ക് ഓവർലോഡ് ആയി കഴിഞ്ഞ് ആ ജോലി തീർന്നെയും അവര് റെസ്റ്റ് ചെയ്യാൻ പോകൂലേ? ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പറയാണ് ഡിസാസ്റ്റർ അവസാനിച്ചിട്ടില്ല, വീണ്ടും പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അത് ഓവർകം ചെയ്യാനായിട്ട് സ്റ്റാഫുകൾക്ക് അത് ഓവർകം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആയോ ആ സെന്റൻസ് എന്താന്ന്? ഒരു തവണ എമർജൻസി പ്ലാന് നമ്മ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് അത് റീആക്ടിവേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? സ്റ്റാഫുകൾക്ക് അവരുടെ ടയേർഡ്നെസ് ഓവർകം ചെയ്യാനായിട്ട് ടൈം അവർക്ക് ആവശ്യമായിട്ട് വരും. ക്ലിയർ ആയോ? അത് നമ്മൊരു ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോവാ അല്ലേ? പോവാലോ. അതല്ല, ആ ജോലി നമ്മ അവസാനിപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ? ആണോ? നിങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. ആണോ? എന്തായാലും പറയട്ടെ. ക്ലിയർ ആയോ അത്? ഓക്കെ, ഇപ്പൊ എന്താണ് ഒരു ഡിസാസ്റ്റർ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഡിക്ലെയർ ചെയ്യുന്ന ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ഡിസാസ്റ്റർ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എന്താണ്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം ഇൻസിഡന്റ് കമാൻഡർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് തീരുമാനമെടുക്കുന്നു. എന്താണ്? ഡിസാസ്റ്റർ അവസാനിച്ചതായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു. പിന്നെന്താണ്? ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്താണ്? ഒരുപാട് നേരത്തെയോ അതല്ലെങ്കിൽ ഒരുപാട് താമസിച്ചോ ആവാൻ പാടില്ല. അത് ആ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുക. ഒരു തവണ ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടാമത് റീഓപ്പൺ ചെയ്യുന്നത്, രണ്ടാമത് നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ്? സ്റ്റാഫുകൾക്ക് അവരുടെ ടയേർഡ്നെസ്, അവരുടെ ക്ഷീണം വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് അത് രണ്ടാമത് ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റില് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ പീരീഡില് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്? ഇഷ്യൂ ഇൻഫോമിംഗ് ആൻഡ് മെസ്സേജസ് ടു മീഡിയ അല്ലെ? എന്താണ്? ഈ ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസിനെ കുറിച്ചും മെസ്സേജുകളെ കുറിച്ചും മീഡിയാസിനെ വിവരം അറിയിക്കുന്നു. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് എന്താണ്? ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. പേഷ്യന്റിന്റെ ബന്ധുക്കളും അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള ഒരു മീഡിയേറ്റർ എന്താണ്? വിവരങ്ങൾ കൈമാറുന്നതിനുള്ള മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്നു. വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി. സെൻട്രലൈസ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റിയിലെ വിവരങ്ങൾ പൊതുവായി എല്ലാവരെയും, മീഡിയാസിനെ, പബ്ലിക്കിനെ, സ്റ്റാഫുകളെ ഒക്കെ വിവരം അറിയിക്കുന്നത് ആരാ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ? ആണോ? സെൻട്രലൈസസ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. ഇപ്പൊ നമ്മൊരു ഇൻസിഡന്റ്, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് ന്യൂസിൽ വിവരം അറിയാറില്ലേ? ഇത്ര പേരുടെ നില ഗുരുതരമാണ്, ഇത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. വിവരം കിട്ടാറുണ്ടോ മീഡിയ വഴി?
വയനാട് ദുരന്തമൊക്കെ സംഭവിച്ചപ്പോ അതെവിടെയാണ്? ഹോസ്പിറ്റലിൽ നിന്നാണ് വിവരം ലഭിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ആരാണ് ഈ മീഡിയാസിന് വിവരം അറിയിക്കുന്നത്? കറക്റ്റ് ഇൻഫോർമേഷൻസ് നൽകുന്നത് ആരാണ് മീഡിയാസിന്? പബ്ലിക് റിലേഷൻ അല്ലേ? അല്ലേ? ആണോ? എന്തു പറ്റി? അപ്പൊ എന്താ? അങ്ങനെയുള്ള ഒരു സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ കാഷ്വാലിറ്റിയിലെ പൊതുവായ വിവരങ്ങളെ കുറിച്ച് മീഡിയാസിന്, പബ്ലിക്കിന്, അല്ലെ, സ്റ്റാഫുകൾക്ക്, സെക്യൂരിറ്റിക്ക് എല്ലാവർക്കും വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു കേന്ദ്രീകൃത, ഒരു സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റമായി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. എന്താണ്? കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫ്സുകൾ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ ഫോട്ടോഗ്രാഫ്സുകൾ കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെ ഫോട്ടോസ് എടുക്കണം, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ഫോട്ടോസ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രിപ്പയേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് കാഷ്വാലിറ്റി ലിസ്റ്റ്. എന്താണ്? കാഷ്വാലിറ്റി ലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, പ്രിപ്പയേഴ്സ് ആൻഡ് പോസ്റ്റ്, പ്രിപ്പയർ ചെയ്യുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും ആരാണ്? കാഷ്വാലിറ്റി ലിസ്റ്റ് ആണ്. ഇപ്പൊ എന്താണ്? ചിലപ്പോ ആദ്യത്തെ ദിവസം 2 പേര് മരിച്ചിട്ടുണ്ടാവും, വീണ്ടും അത് പിറ്റേന്ന് എന്താവാം? 3 പേരാവാം, അല്ലെ? ആയിക്കൂടെ? ഇല്ലേ? എന്തോന്നും പറയാത്തെ? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റ് ആക്കിയവരില് ഫസ്റ്റ്. അപ്പൊ അങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യണ്ടേ? പബ്ലിക്കിന് വിവരം അറിയാം. നമ്മൾ ന്യൂസ് കാണുന്നല്ലേ? വയനാട് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഓരോ ദിവസം അപ്ഡേറ്റ് ആയിട്ട് വിവരങ്ങൾ ലഭിച്ചോ? ആദ്യത്തെ ദിവസം പറയും 15 പേര്, വീണ്ടും പിറ്റേ ദിവസം ആവുമ്പോ അത് 20 പേരാവും, അല്ലെ, മരണപ്പെട്ടവര്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പ്രിപ്പയർ, അങ്ങനെയുള്ള ലിസ്റ്റുകള്, കാഷ്വാലിറ്റി ലിസ്റ്റുകള് തയ്യാറാക്കുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും അത് മറ്റുള്ളവർക്ക് നൽകുന്നതും ആരാണ്? ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? ഇപ്പൊ ആദ്യം പറയല്ലേ, എന്താണ്? ഇപ്പൊ 15 പേര് ഇതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ട്. ചിലപ്പോ പിറ്റേന്നാവുമ്പോ അത് 50 പേരാവും, അല്ലെ, ഓവർകം ചെയ്തവര്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവര്, അല്ലേ? ഹോസ്പിറ്റലില് കാഷ്വാലിറ്റിയില് കൊണ്ടുവന്നവര്, സുഖം പ്രാപിച്ചവര് ആദ്യ ദിവസം ചിലപ്പോ 10 പേരാവാം, പിറ്റേ ദിവസം ആവുമ്പോഴേക്കിനും അത് 50 പേരാവാം, അല്ലെ? ആണോ? ഭേദമായവര് ആണോ? എന്താണ്? മനസ്സിലാവുന്നില്ലേ? റിപ്ലൈ ചെയ്യൂ. മിസ്സിന് എന്നാ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് മനസ്സിലാകുന്നത്. ടോം പോയോ? ടോം, പാരിഷ, പ്രഭിത, ജിൻഷാദ്, കാർത്തിക, ക്ലിയർ ആയോ മിസ് പറയുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്താൽ മാത്രം മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആണോ, ഓക്കെ ആണോ. ഇന്ററാക്ഷൻ ഒന്നുമില്ലല്ലോ, ജസ്റ്റ് നിങ്ങളുടെ മെസ്സേജ് നോക്കിയാണ് മിസ് ക്ലിയർ ആയേ ഇല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടാ, മിസ് ചോദിക്കുമ്പോ ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത് കേട്ടാ. നമ്മുടെ ഈ ഡിസാസ്റ്റർ എന്നുള്ള ചാപ്റ്റർ കുറച്ച് പറഞ്ഞ് ഒരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഓക്കെ, അപ്പൊ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ, ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, അത് പോസ്റ്റ് ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ്, ഇൻ ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ ആളുകള്? റിമെയിൻ ഇൻ ദെയർ ഏരിയ, ഡിഫർ ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്. എല്ലാ ദിവസത്തെ പോലെ ആയിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങള്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് നോർമൽ ഡേ പോലെ ആയിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങള്? അല്ല, അല്ലെ? ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ? അവർക്ക് എന്താണ്? തിരക്ക് കൂടും, അല്ലെ? ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും, അല്ലെ? അപ്പൊ എന്താണ്? അവിടുത്തെ ഡെയിലി ആക്ടിവിറ്റീസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യത്യാസം വരുന്നത്? Be prepared to receive and help disaster casualties
നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ് എന്താണ് ദുരന്ത ബാധിതരെ ഡിസാസ്റ്റർ സംഭവിച്ച ആളുകളെ സ്വീകരിക്കാനും അവരെ സഹായിക്കാനും അല്ലെ അവരെ ഹെൽപ്പ് ചെയ്യാനും എന്താണ് തയ്യാറാകുകയും അടിയന്തര രക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. ഡിസാസ്റ്റർ ബാധിതരായവരെ സ്വീകരിക്കുകയും അവരെ സഹായിക്കുകയും എന്താണ് അവർക്ക് വേണ്ട അടിയന്തര രക്ഷാ നടപടികൾ ലൈഫ് സേവിങ് അല്ലെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് see the extra nurses are assigned from the process. അവിടെ സാധാരണ നഴ്സ് മതിയാവോ എമർജൻസി ഡിപ്പാർട്ട്മെന്റില്? സാധാരണ അവരുടെ ഡ്യൂട്ടിയിലുള്ള നഴ്സുമാര് മതിയാവോ? പോരാണ്ട് വരും അല്ലെ. അപ്പൊ എന്താണ് എക്സ്ട്രാ മറ്റു ഫ്ലോറുകളിൽ നിന്ന് കൂടുതലായി വരുന്ന സ്റ്റാഫുകളെ എന്താണ് നമ്മുടെ കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയമിക്കുക സ്റ്റുഡൻസിന്. പിന്നെ ഈ അധികം ക്രിട്ടിക്കൽ അല്ലാത്ത ഏരിയയിൽ നിന്നുള്ള നഴ്സുമാരൊക്കെ ഇവിടെ ഡ്യൂട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ അല്ലെ. അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുക അല്ലെ. കാഷ്വാലിറ്റിയിൽ ആവശ്യമായ സ്റ്റാഫുകളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ഫ്ലോറുകളിൽ നിന്നൊക്കെ സ്റ്റാഫുകളെ നിയുക്തരാക്കുക, ഏർപ്പാട് ചെയ്യുക. നെക്സ്റ്റ് ആർ അക്കൗണ്ടബിൾ ദാറ്റ് ക്രാഷ് കാർഡ്സ് ആർ ബോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ റെഡിനെസ് ഇൻ ദ ട്രയേജ് ഏരിയാസ്. ക്രാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലില്? ക്രാഷ് കാർഡ് കണ്ടിട്ടില്ല. ട്രോളി കണ്ടിട്ടുണ്ടോ? ട്രോളി പോലെ 3-4 തട്ടുള്ളത്, ട്രോളി പോലെ 4 തട്ട്, അതിലെ മെഡിസിനുകള് അതിനെയാണ് ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എന്താണ് എമർജൻസിയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും റെഡിയായി ക്രാഷ് കാർട്ടില് റെഡി ആയിട്ടുണ്ടോ, സജ്ജമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് ട്രയേജ് നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒരു പേഷ്യൻസിനെ സോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട അടിയന്തര ട്രീറ്റ്മെന്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ട സാധനങ്ങൾ ക്രാഷ് കാർഡില് സജ്ജമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒരു മിനിറ്റ് കേട്ടോ. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ക്രാഷ് കാർട്ട്. ഇതിന്റെ പല ഇത് വ്യത്യാസം വരാം. കണ്ടിട്ടുണ്ടോ? ഇതിൽ ഒരുപാട് സാധനങ്ങള്, മെഡിസിനുകള്, സിസേഴ്സ്, ഡ്രസ്സിങ്ങിന് ആവശ്യമായ സാധനങ്ങള് എല്ലാവർക്കും ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്രാഷ് കാർഡ് സജ്ജമായിട്ടുണ്ടോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മേക്ക് ഷുവർ ദാറ്റ് എ പോർട്ടബിൾ എക്സ്റേ മെഷീൻ ബ്രോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എക്സ്റേ മെഷീൻ, പോർട്ടബിൾ എക്സ്റേ മെഷീൻ നമുക്ക് ഉന്തിക്കൊണ്ടു പോകാൻ പറ്റുന്നാലേ. ഇപ്പൊ അടിയന്തര സിറ്റുവേഷനുള്ള പേഷ്യൻസിനെ നമുക്ക് എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ അവരെ പൊക്കി കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്ന മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയറായോ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഡിസാസ്റ്റർ ബാധിതരായ ആളുകളെ സ്വീകരിക്കുകയും അവരെ സഹായിക്കുകയും എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര രക്ഷാ നടപടികൾ നൽകുകയും ചെയ്യുക. പിന്നെന്താണ് മറ്റു ഫ്ലോറുകളിൽ നിന്ന് കൂടുതൽ വരുന്ന സ്റ്റാഫുകളെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അവിടെ ഡ്യൂട്ടിക്ക് ഇടുക. നെക്സ്റ്റ് എന്താണ് ക്രാഷ് കാർഡ് ട്രേജ് കൊടുക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേജ് കൊടുക്കുന്നതിനാവശ്യമായ എല്ലാ സാധനങ്ങളും എല്ലാ റിസോഴ്സുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്രാഷ് കാർഡ് സജ്ജമാണോ എന്ന് പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ക്രാഷ് കാർഡ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് സെക്യൂരിറ്റിക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട
സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് എന്ന സെക്യൂരിറ്റിക്കാർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ചില ചുമതലകൾ, സം ഡ്യൂട്ടീസ്. വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. എന്താണ്? ലോക്കൽ പോലീസുമായി അടിയന്തര സഹകരണത്തോടെ പ്രവർത്തിക്കുക അല്ലെ. എന്താണ്? മീഡിയാസ് വരും അല്ലെ, ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരും, പബ്ലിക് വരും, ഒരുപാട് വെഹിക്കിൾസ് വരും അല്ലെ. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ലോക്കൽ പോലീസുമായി ഒരു കോപ്പറേഷൻ, സഹകരണത്തോടെ പ്രവർത്തിക്കുക. ഇപ്പൊ ഒരുപാട് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പബ്ലിക് വരാറുണ്ടോ? രാഷ്ട്രീയ നേതാക്കൾ വരും അല്ലെ, പബ്ലിക് വരും. ചിലപ്പോ അവിടെ എന്തുവരും പ്രശ്നങ്ങൾ സംഭവിക്കും അല്ലെ, ആളുകൾ തമ്മിൽ ഒന്നും തള്ളും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ലേ? അപ്പൊ അത് ഈ സെക്യൂരിറ്റിക്കാർ മാത്രം പറഞ്ഞ് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റോ? സെക്യൂരിറ്റിക്കാര് മാത്രം പറഞ്ഞ് അത് കൺട്രോൾ ചെയ്യോ? ഇല്ല. അപ്പൊ പോലീസും കൂടി ഉണ്ടെങ്കിൽ എന്താണ്? അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമായി അല്ലെ, പെട്ടെന്ന് തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കില്ലേ, ആളുകളെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ്? ലോക്കൽ പോലീസുമായി സഹകരണത്തോടെ പ്രവർത്തിക്കുക. മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിനുള്ളിലും പുറത്തും എന്താണ്? ഓർഡേഴ്സ് അല്ലെ, ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. എന്താണ്? ആളുകളെ കയറ്റിവിടുന്നത് സംബന്ധിച്ച് അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ആളുകളെ കയറ്റിവിടുന്നതിനോടനുബന്ധിച്ചൊക്കെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാറില്ലേ, നിർദ്ദേശങ്ങൾ. വരുന്ന പബ്ലിക്കിനേക്ക് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് വിടോ? ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാണ്? മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഓർഡേഴ്സ്, നിർദ്ദേശങ്ങൾ എന്താണ്? ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും എന്താണ്? മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ്, ഡയറക്റ്റ് traffic so as not to block the free entry of patients carrying vehicles to and outside the hospital. ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തേക്കും വാഹനങ്ങളുമായി വരുന്ന രോഗികളുടെ സൗജന്യ പ്രവേശനം തടയാതിരിക്കാനുള്ള നേരിട്ടുള്ള ഗതാഗതം അല്ലെ. എന്താണ്? ഹോസ്പിറ്റലിന്റെ അകത്തേക്കും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരൊക്കെ ചെയ്യും അല്ലെ. ആംബുലൻസ് സർവീസുകൾ ഉണ്ടാവും, ചിലവര് സ്വന്തം വണ്ടികളിൽ തന്നെ കൊണ്ടുവരൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ പിന്നെന്താണ്? പുറത്തുനിന്നുള്ള മീഡിയാസ് വരും അല്ലെ. രാഷ്ട്രീയ നേതാക്കൾ വരില്ലേ, മന്ത്രിമാരൊക്കെ വരാറില്ലേ? ആക്സിഡന്റ് കേസ് മന്ത്രിമാരൊക്കെ വരാറുണ്ടോ? എന്തെങ്കിലും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? ഹോസ്പിറ്റൽ, ആശുപത്രിക്ക് അകത്തും പുറത്തേക്കും വാഹനങ്ങളുമായി വരുന്ന രോഗികളുടെ സൗജന്യ പ്രവേശനം തടയാതിരിക്കാനുള്ള അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് കൺട്രോൾ ചെയ്യണം? സെക്യൂരിറ്റിക്കാരല്ലേ. രോഗികൾക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ട ഗതാഗത സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുക്കുക കറക്റ്റ് രീതിയിൽ അല്ലെ. അവര് തടയാതിരി, ഇപ്പൊ പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ പേഷ്യൻസിനെ കൊണ്ടുവരാണ്, അവര് വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റാം? ചിലപ്പോ ആ പേഷ്യൻസിന് മരണം തന്നെ സംഭവിക്കാം അല്ലെ. 1 മിനിറ്റ് 2 മിനിറ്റ് ലൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് വെച്ചാ ഇല്ലേ, മരണം സംഭവിച്ചില്ലേ? നമ്മ ടിവിയില് സിനിമയിലൊക്കെ കാണാറില്ലേ? ആക്സിഡന്റ് പറ്റിയിട്ട് കൊണ്ടുവരുമ്പോ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താണ്? 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് നേരത്തെ എത്തിയിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു അല്ലെ. ആ ഒരു വാക്ക് കേട്ടിട്ടുള്ള ആളുകളുണ്ടാ? എന്താണ്? പേഷ്യൻസുമായി വരുന്ന വണ്ടികളെ എന്താണ്? ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തേക്കുമുള്ള വാഹനങ്ങളെ നിയന്ത്രിക്കുക. എങ്ങനെയാണെന്നുള്ള രീതിയിൽ നിയന്ത്രിക്കുക. നെക്സ്റ്റ്, പ്രൊട്ടക്റ്റീവ് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഏരിയാസിലെ പ്രവർത്തനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഏതാണ്? കീ ഇൻസ്റ്റലേഷൻ ഏരിയാസ് ഏതൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹോസ്പിറ്റൽ വർക്ക് ഏരിയാസ്, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈസ് എക്സെട്ര അല്ലെ.
അപ്പൊ ഹോസ്പിറ്റലിലെ കീ ഇൻസ്റ്റലേഷൻ ഏരിയാസിലെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാൻ പാടുണ്ട്. ഫാർമസി എക്സെട്ര എന്നാ പറഞ്ഞേക്കണേ. പിന്നെയുണ്ട് അല്ലെ, കുറെ ഉണ്ട്. എന്താണ്, പ്രൊട്ടക്ട് ചെയ്യുക. Restrain and strictly control access to the hospital. Direct the entry for authorized person to appropriate areas. എന്താണ്, ഹോസ്പിറ്റൽ ഡയറക്റ്റ് എൻട്രി ഫോർ ദ ഓതറൈസ്ഡ് പേഴ്സൺ. എന്താണ്, അവരെ അപ്രോപ്രിയേറ്റ് ഏരിയാസിലേക്ക് സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. എന്തൊക്കെ, ആംബുലൻസ് ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആംബുലൻസിനെ എങ്ങോട്ടാണ് കടത്തിവിടേണ്ടത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, ആണോ അല്ലേ? പേഷ്യൻസിനെ റിലേറ്റീവ്സിനെ എങ്ങോട്ടാ കടത്തിവിടേണ്ടത്, വെയിറ്റിംഗ് ഏരിയാസിലേക്ക് അല്ലെ. കാഷ്വാലിറ്റിയിലേക്ക് കടത്തിവിടാൻ പാടുണ്ട് അവരെ, കാഷ്വാലിറ്റിയിലേക്ക് എന്താണ്, റിലേറ്റീവ്സിനെ വെയിറ്റിംഗ് ഏരിയാസിലേക്ക്. മീഡിയാസിനെ എങ്ങോട്ട് വിടണം, മീഡിയ റൂമിലേക്ക് അല്ലെ. മീഡിയാസിന് ഇരിക്കാൻ അവർക്ക് സജ്ജമാക്കിയിട്ടുള്ള റൂമിലേക്ക് എന്താണ് അവരെ കടത്തിവിടുക. അപ്പൊ ഓരോ ഓതറൈസ്ഡ് പേഴ്സൺസിലും അവർക്ക് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് പോകാനുള്ള ഏരിയാസിലേക്ക് നയിക്കുക, അവരെ പറഞ്ഞയക്കുക. പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. എന്താണ്, ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും പേഷ്യൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. നെക്സ്റ്റ് all hospital personnel should be an identity card. ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്യുക, ഐഡന്റിറ്റി കാർഡ് ധരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അവരെ എന്തിനു വേണ്ടിയിട്ടാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഐഡന്റിറ്റി കാർഡ് ധരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? ഫസ്റ്റ് എന്താണ്, ലോക്കൽ പോലീസുമായി സഹകരണത്തോടെ പ്രവർത്തിക്കുക. പിന്നെന്താണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലും പുറത്തുമുള്ള നിർദ്ദേശങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, പരിപാലിക്കുക. പിന്നെ എന്താണ്, പേഷ്യൻസിനെ അകത്തേക്കും പുറത്തേക്കും കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കുക. പിന്നെന്താണ്, ഹോസ്പിറ്റലിലെ കീ ഇൻസ്റ്റലേഷൻ ഏരിയാസ്, പ്രധാന ഏരിയാസിലെ പ്രവർത്തനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയാസ്, പവർ സ്റ്റേഷൻ, അങ്ങനെയുള്ള ഏരിയാസിലേക്ക് പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുക. നെക്സ്റ്റ് എന്താണ്, ഓരോ ഓതറൈസ്ഡ് അംഗീകൃത വ്യക്തികൾക്കും അവരുടേതായ ഏരിയാസിലേക്ക്, വിഭാഗത്തിലേക്ക് അവരെ നയിക്കുക. നെക്സ്റ്റ് എന്താണ്, പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സൺ. എന്താണ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെയും അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെയും പേഷ്യൻസിനെയും സംരക്ഷിക്കുക. പിന്നെ എന്താണ്, പേഴ്സണൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് ഐഡന്റിറ്റി കാർഡുകൾ ധരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ട്രയേജ്. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോർട്ട് ചെയ്യാം അല്ലെ. പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അല്ലെ, ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ, മൈനർ ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസ് ആണോ, ഡെഡ് കേസ് ആണോ അല്ലെ, അങ്ങനെ പേഷ്യൻസിനെ സോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ ഏരിയാസിലേക്ക് അവരെ മാറ്റുക, ഷിഫ്റ്റ് ചെയ്യുക. Triage, the process of sorting people based on their requirement for immediate medical treatment as compared to their chance of benefiting from such care. എന്താണ്, പേഷ്യൻസിനെ അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റിക്വയർമെന്റ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, പേഷ്യൻസിനെ എന്താണ് സോർട്ട് ചെയ്യാതെ തരംതിരിക്കുക. അവർക്ക് ഏത് കെയർ ആണോ വേണ്ടത് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി അവരെ തരംതിരിക്കുന്നതിനാണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജ് ഈസ് ഡൺ ബൈ എമർജൻസി റൂം. ട്രയേജ് എവിടേക്കാണ് കൊടുക്കുന്നത്? എമർജൻസി റൂമില്. ഡിസാസ്റ്റർ അല്ലെ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, വാറുകള്, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോ ലിമിറ്റഡ് മെഡിക്കൽ റിസോഴ്സസ് മസ്റ്റ് ബി അലോട്ടഡ് ടു എൻഹാൻസ് ദ നമ്പർ ഓഫ് സർവൈവേഴ്സ് അല്ലെ, അതിജീവിച്ചവരുടെ എണ്ണം, അതായത് സർവൈവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യുക,
പരിമിതമായ വിഭവങ്ങളെ ഏറ്റവും എഫിഷ്യന്റ് ആയ രീതിയിൽ അല്ലെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെ. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരാണോ ഉണ്ടാവുന്നത്? ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല് അല്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ പരിമിതമാണെങ്കിൽ എല്ലാവർക്കും ലഭ്യമാക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യാ? ഏറ്റവും കൂടുതൽ ആർക്കാണോ അത്യാവശ്യം അല്ലേ, ക്രിട്ടിക്കൽ ലെവലിൽ കിടക്കുന്നത് ആരാണ്, അവർക്കല്ലേ കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു ചെറിയ മൈനർ ഇഞ്ചുറീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നമ്മ ഒരുപാട് മെഡിസിൻ കൊടുക്കുക, അവർ ഒരുപാട് കെയർ ചെയ്യണോ? അവര് ജസ്റ്റ് ഡ്രസ് ചെയ്യാ അല്ലെ ആദ്യം. അപ്പൊ എന്താണ് അവരുടെ പ്രോബ്ലംസ് അല്ലെ. ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ കയ്യിലുള്ള പരിമിതമായ റിസോഴ്സുകൾ എന്ത് ചെയ്യുക? സർവൈവ് ചെയ്യുക അല്ലെ. അതിജീവിച്ചവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എമർജൻസി റൂമുകളില്, ഡിസാസ്റ്റർ ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലത്ത്, വാർസുകള് യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയേജ് നൽകുന്നത് അല്ലെ. ആണോ? ക്ലിയർ ആയത്? ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് റിസോഴ്സ് ഉള്ളൂ, നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കാണ്. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ പേഷ്യൻസിന് കിട്ടാണ്ട് ചിലപ്പോ അവർക്ക് മരണം സംഭവിക്കാം അല്ലെ. അവർക്ക് ആവശ്യമായ കെയർ കിട്ടാണ്ട് വരാം അല്ലെ. അവർക്ക് ആവശ്യമായ എമർജൻസി ഡ്രഗ്സുകൾ കിട്ടാതെ വരാം അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന? പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട എന്താണ് ഏറ്റവും കൂടുതൽ ആർക്കാണോ വിഭവങ്ങൾ റിസോഴ്സുകൾ ആവശ്യമാകും ഉള്ളത് അവർക്ക് ലഭ്യമാക്കുന്നതിനെയാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ട്രയേജിൽ പറയുന്നത് കാറ്റഗറി 1. കാറ്റഗറി 1 ആരാണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുന്നത്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവിടെ എത്ര? അപ്രോക്സിമേറ്റ്ലി 20% ആളുകൾ എങ്ങനെയുള്ളതായിരിക്കും? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളതായിരിക്കും. അവർക്ക് നൽകുന്ന പ്രയോറിറ്റി എങ്ങനെയാണ്? പ്രയോറിറ്റി 1 അല്ലെ. കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനല്ലേ. അപ്പൊ എന്താണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പേഷ്യൻസ് അവര് അപ്രോക്സിമേറ്റ്ലി 20% ആളുകൾ എങ്ങനെയുള്ളതായിരിക്കും? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കേണ്ട ആളുകളായിരിക്കും. അവർക്ക് കൂടുതൽ പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത് കാറ്റഗറി 1 ആളുകൾക്കായിരിക്കും, പേഷ്യൻസിനായിരിക്കും. അവരെങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ്? സെവർ ബ്ലീഡിംഗ് അല്ലെ. എന്താണ്? വലിയ ബ്ലീഡിങ്ങുകളുള്ളത്, കഠിനമായ രക്തസ്രാവമുള്ളവര്, ഒബ്സ്ട്രക്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെ, ശ്വാസനാളത്തിന് തടസ്സം, ശ്വാസം കിട്ടാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് ന്യൂമോ എന്ന് പറഞ്ഞാല് എയർ, തൊറാക്സ് എന്ന് പറഞ്ഞാല് ലങ്സ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ന്യൂമോ എന്ന് പറഞ്ഞാല് എയർ, തൊറാക്സ് എന്ന് പറഞ്ഞാല് ലങ്സ്. അപ്പൊ എന്തായിരിക്കും അസുഖം? ലങ്സിൽ എയർ നിറയില്ലേ, നമ്മുടെ ലങ്സിലെ എയർ നിറഞ്ഞിട്ട് അവർക്ക് റെസ്പിറേഷൻ ശ്വാസം വിട്ടാൻ ബുദ്ധിമുട്ട്, അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതാണ് ന്യൂമോതൊറാക്സ്. ശ്വാസ തടസ്സം, ലങ്സിൽ എയർ നിറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിനെയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞത്. ഹീമോതൊറാക്സ് എന്ന് പറഞ്ഞാല് ലങ്സിന്റെ ചെസ്റ്റ് വാളിന്റെ ഇടയിൽ ബ്ലീഡിങ് വരില്ലേ, നമ്മുടെ നെഞ്ചില് എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയിട്ട് ഈ ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെയും ഇടയില് ബ്ലഡ് വരുന്നതിനെ, ബ്ലഡ് കൊട്ടായിട്ട് കിടക്കില്ലേ, അതിനെയാണ് ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് ലങ്സിലെ എയർ നിറയുന്നത്. ഹ്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നെഞ്ചിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ച് ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ് വരും അല്ലേ. അതിനല്ലേ പൊതുവെ ഒരു മുറിവ് സംഭവിച്ചെന്നാൽ എന്താണ്? അവിടുന്ന് ബ്ലീഡിങ് വരും അല്ലെ, ബ്ലഡ് വരും.
അപ്പൊ അതെന്ത് ചെയ്യാ, ഈ നെഞ്ചിന് മുറിവ് പറ്റുമ്പോ അവിടെ നിന്ന് വരുന്ന ഈ ബ്ലഡ് ലങ്സിന്റെയും ചെസ്റ്റ് വാളിന്റെയും ഇടയിൽ വരുന്നതിനെയാണ് ഹീമോതെറാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പോവൊളാമിക് ഷോക്ക്. ഹൈപ്പോവൊളാമിക് ഷോക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അല്ലെങ്കിൽ ദ്രാവകത്തിന്റെ 15% നഷ്ടപ്പെടുന്നതിനെയാണ് ഹൈപ്പോവൊളാമിക് ഷോക്ക് എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിന്റെ 15% ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാകും അല്ലെ? ഇമ്മ്യൂണിറ്റി പവർ ആണോ? ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് തകരാറിലാകും. അപ്പൊ അങ്ങനെയുള്ള അതിനെയാണ് ഹൈപ്പോവൊളാമിക് ഷോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കുറെ അസുഖങ്ങളാണ് കേട്ടോ, മനസ്സിലാക്കി വെച്ചാൽ മതിട്ടാ. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണെന്ന് നോക്കില്ല കേട്ടാ. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലാണ്ട് ഓരോ അസുഖത്തെ കുറിച്ചും ചോദിക്കില്ല. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് മിസ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടാ. എക്സ്ട്രിമിറ്റി സെവർലി ഇൻജുർഡ് എന്താണ്? ഗുരുതരമായ പരിക്കേൽക്കുന്നവർ അല്ലെ? എക്സ്ട്രിമിറ്റി സെവർലി ഇൻജുർഡ് എന്താണ്? ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്നവര്. ഫേഷ്യൽ ബേൺസ് അല്ലെ? മുഖത്ത് പൊള്ളലേ, ആസിഡാക്രമണമൊക്കെ വരുമ്പോ മുഖത്ത് പൊള്ളലേക്കില്ലേ? അല്ല വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കെമിക്കൽ സ്പില്ലേജ് കൊണ്ടൊക്കെ ഫേഷ്യൽ ബേൺസ് സംഭവിക്കില്ലേ? മുഖത്ത് പൊള്ളലേക്കുക. അല്ലെങ്കിൽ ബേൺസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? സെവർ ബ്ലീഡിങ് അല്ലെ? കഠിനമായ രക്തസ്രാവം വരുന്നവര്. പിന്നെന്താണ്? ശ്വാസ തടസ്സം അല്ലെ? ശ്വസനത്തിന് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത്. ലങ്സിലെ എയർ നിറയുന്നവർക്ക്. പിന്നെന്താണ്? ലങ്സ് എന്താണ്? നെഞ്ചിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചിട്ട് അവിടെ നിന്നുള്ള ബ്ലഡ് നമ്മുടെ ചെസ്റ്റ് വാളിന്റെയും ലങ്സിന്റെ ഇടയിൽ നിറയുന്നത്, അങ്ങനെയുള്ളവർക്ക്. പിന്നെന്താണ്? ഹൈപ്പോവോൾമിക് ഷോക്ക് എന്താണ്? ശരീരത്തിലെ 15% ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സുകൾ നഷ്ടമായിട്ട് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്ന ആളുകള്. കഠിനമായ ഗുരുതരമായ പരിക്കേൽക്കുന്നവര്, ഫേഷ്യൽ ബേൺസ് മുഖത്തിൽ പൊള്ളലേൽക്കുന്നവര്, പിന്നെ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി 1 ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഡിലേഡ് ട്രീറ്റ്മെന്റ്. ഇവരെ കാറ്റഗറി നമ്പർ 2 ക്രിട്ടിക്കൽ പേഷ്യൻസ് അല്ല, അവർക്ക് കുറച്ചും കൂടി ട്രീറ്റ്മെന്റിന് ഡിലേ സംഭവിച്ചാണ്. ഒരിത്തിരി വൈകിയാലും പ്രശ്നമില്ല, അവർക്ക് പ്രയോറിറ്റി. അപ്രോക്സിമേറ്റ്ലി 40% ആളുകളും ഡിലേഡ് ട്രീറ്റ്മെന്റ് കാറ്റഗറി 2 വരുന്നത്. അവരുടെ പ്രയോറിറ്റി എന്താണ്? സെക്കൻഡ് പ്രയോറിറ്റി, രണ്ടാമത്തെ പ്രയോറിറ്റി നൽകുന്നത് ഈ കാറ്റഗറി നമ്പർ 2 പേഷ്യൻസിന് ആണ്. അവരാരൊക്കെയാണ്? ഫ്രാക്ചേഴ്സ് അല്ലെ? ഫ്രാക്ചർ, ഒടിവുകൾ സംഭവിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ എല്ലുകൾക്കൊക്കെ ഒടിവുകൾ സംഭവിക്കുന്നത്. ഡിസ്ലൊക്കേഷൻ അല്ലെ? സ്ഥാനഭ്രംശം എന്താണ്? എല്ലുകൾക്ക് അല്ലെങ്കിൽ ജോയിന്റിനൊക്കെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നവര്. അബ്ഡമൻ ഇഞ്ചുറീസ് ടു അബ്ഡമൻ എന്താണ്? നമ്മുടെ വയറിന് മുറിവേൽക്കുന്നവര്. തൊറാക്സ് എന്താണ്? ലങ്സ്, ചെസ്റ്റ്, ഹാർട്ടിന് എന്തെങ്കിലും തകരാറുകൾ, മുറിവുകൾ സംഭവിക്കുന്നവര്. യൂറോജെനിറ്റൽ ട്രാക്സ് നമ്മുടെ യൂറോജെനിറ്റൽ സിസ്റ്റത്തിന്, അതായത് യൂറിനറി ആൻഡ് ജെനിറ്റൽ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നവരെയൊക്കെയാണ് യൂറോജെനിറ്റൽ ട്രാക്ട്. എന്താണ്? നമ്മുടെ യൂറോജെനിറ്റൽ സിസ്റ്റത്തിന്, അതായത് നമ്മുടെ യൂറിനറി ആൻഡ് ജെനിറ്റൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ്, തകരാറ് സംഭവിക്കുന്നവരൊക്കെയാണ് കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുന്നത്. സ്കൾ, ബ്രെയിൻ 2 and 3 degree ബേൺസ് നമ്മുടെ സ്കളിന് അല്ലെങ്കിൽ ബ്രെയിനിന് ഒക്കെ 2 മുതൽ 3 ഡിഗ്രി വരെ പൊള്ളലേൽക്കുന്നവരൊക്കെയാണ് കാറ്റഗറി നമ്പർ 2 ഉൾപ്പെടുന്നവര്. ക്ലിയർ ആയോ? ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ.
കാറ്റഗറി നമ്പർ 3, കാറ്റഗറി നമ്പർ 3 മിനിമൽ ട്രീറ്റ്മെന്റ്, ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റൂലേ, മൈനർ വൂൺസ്, ചെറിയ അവര് അപ്രോക്സിമേറ്റ്ലി 40% ആളുകളും മിനിമൽ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കേണ്ട ആളുകളായിരിക്കും. അവര് മൈനർ വൂൺസ്, ചെറിയ വൂണ്ടുകൾ, ചെറിയ മുറിവുകളായിരിക്കും. സ്മോൾ ഫ്രാക്ചർ, ചെറിയ ഫ്രാക്ചർ ആയിരിക്കും, ഒടിവായിരിക്കും സംഭവിക്കുന്നത്. സ്പ്രെയിന്, ഉളുക്ക് സംഭവിക്കില്ലേ? അപ്പൊ അവരൊക്കെ എന്താണ്? കാറ്റഗറി നമ്പർ 3 ഉൾപ്പെടുന്നവരാണ്. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 4, എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ്. അവർക്ക് പ്രതീക്ഷിക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്? അവർക്ക് ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. നോക്കി, ഡൈയിങ് ഓർ ഇൻജുവേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. അവരെന്താണ്? മരിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ഇൻജുവേർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. അവര് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. നമുക്ക് അവരെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്താലും അവർ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലാത്ത, മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളായിരിക്കും കാറ്റഗറി നമ്പർ 4 ഉൾപ്പെടുന്നത്. ഈ മിസ് പറഞ്ഞില്ലേ ഈ കാറ്റഗറി 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കോമ സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല. അവര് ഒന്നിനും മരിച്ചതായിരിക്കും, അല്ലെങ്കിൽ മരണം സംഭവിക്കാം. ഒരു കുറച്ച് നിമിഷത്തിനുള്ളിൽ മരണപ്പെടുന്ന ആളുകൾ. ഓക്കെ അല്ലേ? ഈ കാറ്റഗറി 1, 2, 3, 4 എന്ന് പറഞ്ഞില്ലേ, അത് ഡിസാസ്റ്റർ സംഭവിക്കുന്ന പേഷ്യൻസ് മാത്രമല്ല, നമ്മുടെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പൊതുവെ കൊണ്ടുവരില്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ നോർമൽ കേസിൽ കൊണ്ടുവരില്ലേ? അങ്ങനെയുള്ള പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ഇപ്പൊ ഡെയിലി കൊണ്ടുവരുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ കാറ്റഗറി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില്? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഈ ഇതനുസരിച്ചായിരിക്കും സോർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞില്ലേ ടാഗിങ് ചെയ്യാന്ന്. അപ്പൊ നോക്കിയേ, പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റിന് പേഷ്യൻസിന് എന്താണ് പ്രയോറിറ്റി? ഓരോ മുൻഗണന നൽകിയിട്ട് അവർക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റുന്നത്? ക്രിട്ടിക്കൽ പേഷ്യൻസിന് എങ്ങനെ ചെയ്യും? റെഡ് ടാഗ് കൊടുക്കും. അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ? ഇപ്പൊ നമ്മ ഫസ്റ്റ് കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവരെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? റെഡ് ടാഗിൽ ഉൾപ്പെടുത്തും. അർജന്റ് പേഷ്യൻസ് അവരെ യെല്ലോ ടാഗില്, സെക്കൻഡ് പ്രയോറിറ്റി. പിന്നെന്താണ്? വാക്കിംഗ് വൂണ്ടഡ്, ഗ്രീൻ ടാഗ്, തേർഡ് പ്രയോറിറ്റി. മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ പറ്റിയ പേഷ്യൻസിനെയാണ് വാക്കിംഗ് വൂണ്ടഡ് ഗ്രീൻ ടാഗിൽ ഉൾപ്പെടുത്തുന്നത്. ഡെഡ് കേസ്, മരണപ്പെട്ട ആളുകൾ എങ്ങനെയാണ്? എനി ഡൈയിങ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്ലാക്ക് ടാഗ്, ലാസ്റ്റ് ടാഗിങ് ചെയ്യുന്നത്, ലാസ്റ്റ് പ്രയോറിറ്റി ബ്ലാക്ക് ടാഗിനാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? ക്രിട്ടിക്കൽ പേഷ്യൻസ്, അവരെ റെഡ് ടാഗിൽ ഉൾപ്പെടുത്തുന്നു. സെക്കൻഡ് പ്രയോറിറ്റി യെല്ലോ ടാഗ്, അതെന്താണ്? അർജന്റ് പേഷ്യൻസ് ആയിരിക്കും, കാറ്റഗറി നമ്പർ അർജന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പേഷ്യൻസ്. നെക്സ്റ്റ് വാക്കിംഗ് വൂണ്ടഡ്, മൈനർ ഇഞ്ചുറീസ് ഒക്കെ പറ്റില്ലേ, ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റുന്നവരാണ് തേർഡ് പ്രയോറിറ്റി, അവരെ ഗ്രീൻ ടാഗിലാണ് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഡെഡ് കേസസ്, മരിച്ച ആളുകളെ എന്താണ്? ബ്ലാക്ക് ടാഗിലെ ലാസ്റ്റ് പ്രയോറിറ്റി നൽകും. ക്ലിയർ ആയോ? അത് അടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ് എടുത്ത ഭാഗം ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ടേബിളൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. ടേബിളൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വേഗം വേഗം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, സോ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.
താങ്ക് യു മിസ്.